ഗൈസ് ഇറ്റ്സ് മീ അഞ്ജു, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നലെ ഒരു ചുരിദാർ തയ്ച്ചില്ലേ, അതിൻ്റെ ബാക്കി മെറ്റീരിയൽ കൊണ്ട് ഒരു കുഞ്ഞുടുപ്പ് തയ്ക്കാനാണ്. അപ്പോൾ അതിൻ്റെ റെഫറൻസ് ഇതാ ഇവിടെ ഞാൻ കാണിക്കാം. ഇതുപോലെയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. അതിനായിട്ട് ഞാൻ 2 തുണി അറ്റാച്ച് ചെയ്ത് വെച്ചു. എന്നിട്ടാണ് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി നോക്കിയത്. കാരണം തുണിക്കൊട്ടും നീളമില്ലായിരുന്നു. തുണി ബെഡിൽ വിരിച്ചിട്ടിട്ട് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി മൊട്ടുസൂചി എടുത്ത് വെച്ചിട്ടുണ്ട്. തയ്യൽ തുമ്പിനായി 2 ഇഞ്ച് വിട്ടു. എന്നിട്ട് 1 ഇഞ്ച് നീളത്തിലുള്ള പ്ലീറ്റ്സിനായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഉള്ളിലേക്ക് 2.25 ഇഞ്ച് മടക്കി വെക്കുന്നതിന് വേണ്ടിയും. അങ്ങനെ 1 ഇഞ്ച് 2.25 ഇഞ്ച് 1 ഇഞ്ച് 2.25 ഇഞ്ച് ഇങ്ങനെ വിട്ട് മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം ഇതുപോലെ മൊട്ടുസൂചി വെച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചു. താഴെയും അതുപോലെ ചെയ്തു, മേലെ ഇതുപോലെ ചെയ്തു. എന്നിട്ട് ഞാൻ തേച്ചെടുത്തു. പിന്നെ സ്ലീവിന് വേണ്ടി ഇതുപോലെ ചെയ്തു, പ്ലീറ്റ്സ് ഇട്ടെടുത്ത് വെച്ചു. പഫ് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് അയൺ ചെയ്ത് വെച്ചു. പിന്നെ ആ പ്ലീറ്റ്സ് മാറാതിരിക്കാൻ വേണ്ടി സ്റ്റിച്ചും ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കേർട്ട് പാർട്ട് പ്ലീറ്റ്സ് എടുത്ത് പേൾപ്പിന് കുത്തി വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു. അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അതിൽ ലൈനിങ് കൂടി ആഡ് ചെയ്തെടുക്കണം. ചിഞ്ചുവിന് ഓണത്തിന് ഒരു തിരുവാതിരക്കളിയുണ്ട്, പള്ളിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് സെറ്റ് സാരി കൊടുക്കുമ്പോൾ ബ്ലൗസിന് കൊളുത്തില്ല, അപ്പോൾ കൊളുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഈ ബ്ലൗസ് ഞാൻ തന്നെ വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ്. പ്രിൻസസ് കട്ട് മോഡലായിട്ട് സ്റ്റിച്ച് ചെയ്തത്. അതിൻ്റെ പുറകിൽ ഡിസൈനൊന്നുമില്ല, സ്ലീവ്സിലും ഫ്രണ്ടിലും മാത്രം ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. ഇതാണ് വർക്കിൻ്റെ ഫുൾ വ്യൂ. ഇത് വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചിഞ്ചു കയറി വന്നു. അവൾ പറഞ്ഞു ഞാൻ പഠിച്ച തിരുവാതിര കാണിച്ചു തരണമെന്ന്. അപ്പോൾ അത് കളിക്കുകയാണ്. കൂടെ 2 ചിമിട്ടുകളും കൂടിയിട്ടുണ്ട് കേട്ടോ. ചിഞ്ചു കളിക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പം മറ്റേയാൾക്ക് ഒരാൾ കളിക്കുന്നത് മറ്റേയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഉന്തും അടിയും പിടിയും ബഹളമൊക്കെ ആയി. അവസാനം ചേച്ചി തിരുവാതിര അവിടെ വെച്ച് നിർത്തി. ഇന്നത്തെ ദിവസം ആ ഫ്രോക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതുപോലെ സ്കേർട്ട് ഭാഗം ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് ലൈനിങ്ങും അറ്റാച്ച് ചെയ്ത് വെച്ചു. യോക്ക് പാർട്ട് കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്ത് വെച്ചു. അവിടെ ഒരു വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല, ഫുൾ പ്ലെയിൻ ആയതുപോലെ. പിന്നെ ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്യണം, അത് ചെയ്തില്ല. പിന്നെ സ്ലീവ്സിൻ്റെ താഴത്തെ ഭാഗവും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പിറ്റേന്നായി കട്ടിൽ നിറച്ച് കുഞ്ഞുടുപ്പ് മാത്രമാണ്. മഴയായ കാരണം ഉണങ്ങുന്നുമില്ല. പൊന്നൂസിനാണെങ്കിൽ ഒരു ദിവസം തന്നെ എത്ര ജോഡി ഡ്രസ്സ് വേണമെന്നറിയാമോ? ഇനി ഇതെല്ലാം മടക്കി വെക്കുന്ന പരിപാടിയാണ്. പൊന്നൂസിൻ്റെ നൈറ്റിക്കിടുന്ന ഡ്രസ്സ് മുഴുവൻ ഈ ഒരു ബോക്സിലേക്കാണ് മടക്കി വെക്കുന്നത്. കുഞ്ഞായിക്ക് വേറൊരു ബാഗുണ്ട്, അതിലേക്കാണ് വെക്കാറ്. അതിനുശേഷം അടുത്ത വീട്ടിൽ ഒരു ചേച്ചി ബ്ലൗസ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് വണ്ണം കൂട്ടി തരുമെന്ന് ചോദിച്ചിട്ട് പിന്നെ അത് വണ്ണം കൂട്ടേണ്ട പരിപാടിയായിരുന്നു. പിന്നെ പാസ്ത കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പാസ്ത കൊണ്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാമെന്ന് കണ്ടായിരുന്നു. യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. പൊന്നൂസാണ് അപ്പോഴേക്കും ചിഞ്ചുമൊക്കെ വന്നായിരുന്നു. പൊന്നൂസിനും തമ്പുരുക്കുട്ടിക്കും ആണെങ്കിൽ ചോറിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പം ഇതങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. ഉണ്ടാക്കിയപ്പം 2 പേരും കഴിച്ചു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചിഞ്ചു സൂപ്പറാന്ന് പറഞ്ഞ് കാണിക്കുന്നത് കേട്ടോ. വീഡിയോയ്ക്ക് വേണ്ടി സൂപ്പറാന്ന് പറഞ്ഞതല്ല, ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അവൾക്ക്. പിന്നെ ചിഞ്ചുവിനെയൊക്കെ ആ കസാരയിൽ നിന്ന് എണീപ്പിച്ച് വിട്ടിട്ട് പൊന്നുകുട്ടി കസാര കയറി ഇരുന്നിട്ട് പാസ്ത കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അന്നത്തെ ദിവസം അത്രേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ ഫ്രോക്കിൻ്റെ ബാക്കി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അത് അതുപോലെ തന്നെയുണ്ട്. അത് വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.